കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന വളരെ വലിയ പ്രശ്നം നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് കേരളം മാത്രമല്ല, ലോകം തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ വെല്ലുവിളി നേരിടുകയാണ്. 2-3 ദിവസം മുമ്പ് നമ്മുടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയ, കാനഡ, റഷ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ അത്ഭുതകരമായ ഒരു കാഴ്ച ജനം കണ്ടു. വളരെ മനോഹരമായ നിലയിൽ പല വർണ്ണത്തിലുള്ള നീലയും ചുവപ്പും മഞ്ഞയും വയലറ്റും പർപ്പിളും ഒക്കെ അടങ്ങിയ നിറത്തിലുള്ള പ്രകാശം ആകാശത്ത് കണ്ടു. സൂര്യനിൽ നിന്ന് പതിച്ച അഗ്നിയായിരുന്നു. പക്ഷേ ഭൂമി അതിൻ്റെ മാഗ്നറ്റിക് പവർ കൊണ്ട്, അതിൻ്റെ കാന്തിക വലയം കൊണ്ട് അതിനെ ചെറുത്തത് കൊണ്ടാണ് ഭൂമിയിൽ സൂര്യനിൽ നിന്ന് നേരെ പതിച്ച താപം ഇങ്ങനെ ക്രൂരമായി ഈ മണ്ഡലത്തിൽ പതിക്കാതെ പോയി. പക്ഷേ തടുക്കപ്പെട്ടു. ഈ കാന്തിക വലയം കൊണ്ട് ഭൂമി തടുത്തു. ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ വിധത്തിൽ ഉണ്ടായി. ഇന്ത്യയിലും ഉണ്ടായ അത്തരത്തിലുള്ള കാഴ്ച ഇതിനു മുമ്പുണ്ടാകാത്ത ഒരു കാഴ്ചയാണ്. ഇതൊരു വളരെ അപകടകരമായ നിലയിലുള്ള ഒരവസ്ഥയാണ്. ഭൂമിയിൽ, ഭൗമതലത്തിൽ ഒരു വളരെ വലിയ അപകടകരമായ നിലയിലുള്ള താപം ഇങ്ങനെ പതിക്കാൻ തുടങ്ങി, അഗ്നി പതിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ പലരും യൂട്യൂബിൽ ഒരു കാര്യം കണ്ടിട്ടുണ്ടാവും. സൗത്ത് ആഫ്രിക്ക രണ്ടായി പിളരുന്നത്. അതിലൊരു ഭാഗം നേരെ പശ്ചിമഘട്ട മേഖല, ഭാരതത്തിൻ്റെ പശ്ചിമഘട്ട മേഖല, അത് കേരളം അടങ്ങുന്ന ഈ ദേശം, ഗുജറാത്ത് വരെയുള്ള ഭൂപ്രദേശത്ത് ആ ഭാഗം വന്നു ചേരുന്നതായി കണ്ടു. ഇപ്പോൾ ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന 40, 42 ഡിഗ്രി, 45 ഡിഗ്രി ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാതെ നിൽക്കുന്നത് നേരെ 5 ഡിഗ്രി, 2 ഡിഗ്രി, 1 ഡിഗ്രി ആയി കുറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളാരും കാണത്തില്ല. ഇവിടെ മുഴുവൻ മഞ്ഞ് മൂടും. ഈ നിലയിലുള്ള അപകടകരമായ ഒരു മുന്നറിയിപ്പ് ലോകത്തെ ഭൗമശാസ്ത്രജ്ഞന്മാർ നമ്മളോട് പറയുകയാണ്, കാണിച്ചു തരികയാണ്. ആ വിള്ളൽ വീണ സൗത്ത് ആഫ്രിക്കയുടെ ചിത്രം തന്നെ നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. ഇതെത്ര സമയമെടുക്കും പിളരാനും വിള്ളൽ വീണ സാധനം ഇങ്ങോട്ട് വരാനും എന്ന് കേട്ടാൽ ഈ നൂറ്റാണ്ടിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാമെങ്കിലും, പക്ഷേ സുനാമി ഉണ്ടായത് നാം ആരും ഓർക്കാപ്പുറത്താണ് ഉണ്ടായത്. എപ്പോഴുണ്ടാകും, എന്നുണ്ടാകും എന്ന് നമുക്കൊന്നും പറയാനില്ല. പ്രകൃതിയുടെ കാര്യമാണ്. ഏത് സമയം എന്ത് സംഭവിക്കാമെന്നുള്ളതാണ് പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റം. സൗത്ത് ആഫ്രിക്ക പെട്ടെന്ന് രണ്ടായി. അത് വളരെ വേഗത്തിൽ നമ്മുടെ ഈ പശ്ചിമഘട്ട മേഖലയിൽ വന്നു ചേരാൻ ഉള്ള കാലതാമസം അധികമല്ല എന്നുള്ള നിലയിലുള്ള ഭീഷണിയിലാണ് നമ്മുടെ നാട്. ഇത് മാത്രമാണോ? നമ്മുടെ നാട് ഇപ്പോൾ താപവ്യതിയാനം കൊണ്ട് കേരളം പശ്ചിമഘട്ട മേഖലയാകെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്, വിറച്ചുകൊണ്ടിരിക്കുകയാണ്. താപത്തിൻ്റെ വ്യതിയാനം. ഈ താപവ്യതിയാനത്തെ നമുക്ക് എങ്ങനെ നേരിടാൻ പറ്റും? ഈ പശ്ചിമഘട്ട മേഖല എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂപ്രദേശമാണ്. പശ്ചിമഘട്ട മേഖല. കേരളം സമ്പൂർണ്ണമായി പശ്ചിമഘട്ട മേഖലയാണ്. പശ്ചിമഘട്ട മേഖലയുടെ സംരക്ഷണം എന്ന് പറയുന്നത് ഏറെ പ്രാധാന്യത്തോടുകൂടി നിർവഹിക്കേണ്ട ഒന്നാണെന്ന് ലോകത്തെമ്പാടുമുള്ള ഭൗമശാസ്ത്രജ്ഞന്മാർ, പരിസ്ഥിതി പ്രവർത്തകർ വിളിച്ചു പറയുകയാണ്. ലോകത്തെമ്പാടും ഒരു വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പശ്ചിമഘട്ട മേഖലയുടെ സംരക്ഷണം എന്ന് പറയുന്നത്. നമ്മുടെ നാട് സംരക്ഷിച്ചാൽ അത് ലോകത്തിൻ്റെ നിലനിൽപ്പിന് ഉറപ്പാക്കപ്പെടും എന്നുള്ളതാണ്. പശ്ചിമഘട്ട മേഖലയുടെ സംരക്ഷണം ലോകത്തിൻ്റെ പാരിസ്ഥിതിക നിയന്ത്രണത്തിന് സഹായകമായി മാറും എന്നാണ് ഭൗമശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. പക്ഷേ നമ്മുടെ പശ്ചിമഘട്ട മേഖലയെ നാം തന്നെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ അവസ്ഥ. ഇവിടെ ഇത് ഗൗരവപൂർവ്വം കണ്ടുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഈ മേഖലയുടെ സംരക്ഷണത്തിന് വേണ്ടി വളരെ ശക്തിയുക്തം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
നേച്ചർ ക്ലബ്ബ് വേൾഡ് വൈഡ് എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട്, അന്താരാഷ്ട്ര പ്രസ്ഥാനമാണ്. ആ അന്താരാഷ്ട്ര പ്രസ്ഥാനം വിളിച്ചു പറയുന്നു, പശ്ചിമഘട്ട മേഖല സംരക്ഷിക്കൂ. പശ്ചിമഘട്ട മേഖല സംരക്ഷിച്ചില്ല എങ്കിൽ ലോകം അവസാനിക്കാൻ പോവുകയാണ്. വി വിത്ത് വെസ്റ്റേൺ ഗാർഡ് എന്ന് അവർ പറയുന്നു. വി വിത്ത് വെസ്റ്റേൺ ഗാർഡ്, ഞങ്ങൾ പശ്ചിമഘട്ടത്തോടൊപ്പമാണ്. വി വിത്ത് വെസ്റ്റേൺ ഗാർഡ്, നിങ്ങൾ പശ്ചിമഘട്ട മേഖലയെ സംരക്ഷിക്കൂ. ആ പശ്ചിമഘട്ട മേഖലയിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. ഈ പശ്ചിമഘട്ട മേഖലയിൽ ഈ താപവ്യതിയാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നല്ലേ നാം കണ്ടത്? ദേശീയപാത വികസനത്തിൻ്റെ പേരിൽ കേരളത്തിൽ വെട്ടിമാറ്റപ്പെട്ട ലക്ഷക്കണക്കിന് മരങ്ങളാണ്. ലോകത്ത് പറയാറുണ്ട്, ഒരു മരം മുറിച്ച് മാറ്റിയാൽ 10 മരം പകരം വെച്ച് പിടിപ്പിച്ചതിന് ശേഷം മാത്രമാണ് മരം മുറിച്ച് മാറ്റുക. നമ്മൾ ഒരു മരവും വെച്ച് പിടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ലക്ഷക്കണക്കിന് മരങ്ങൾ നാം വളരെ ആവേശപൂർവ്വം നമ്മുടെ കോൺട്രാക്ടർമാരെ കൊണ്ട് വെട്ടിമുറിപ്പിച്ച് ദേശീയപാത വികസനം നടത്തുകയാണ്. മനുഷ്യനില്ലാതായാൽ എല്ലായിടത്തും പാതയാകാമല്ലോ, ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലേ? വളരെ വ്യാപകമായ നിലയിൽ പാതകൾ നിർമ്മിക്കാൻ പറ്റും. പാതകൾ വേണ്ടെന്നല്ല, പക്ഷേ ഈ പാതകൾ വികസനത്തിന് മുമ്പായി നമ്മുടെ നാട്ടിൽ നാം നേരിടുന്ന പ്രതിസന്ധി തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് ദേശീയപാത വികസനത്തിൻ്റെ പേരിൽ ഇപ്പോൾ വെട്ടിമാറ്റപ്പെട്ട ലക്ഷക്കണക്കിന് മരങ്ങൾ നമുക്ക് പ്രതിദിനം തന്നുകൊണ്ടിരുന്ന ഓക്സിജൻ, എത്ര ട്രില്യൺ ടൺ ഓക്സിജൻ, ട്രില്യൺ ടൺ, നോട്ട് മില്യൺ, ബില്യൺ, ട്രില്യൺ ടൺ ഓക്സിജനാണ് ദിവസവും നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന. ആ ഓക്സിജൻ നമുക്ക് നഷ്ടമായി. ദിവസവും ലഭിച്ചുകൊണ്ടിരുന്ന ഓക്സിജൻ ഈ ഭൂമിയിൽ നിന്ന് നഷ്ടമായി. ഈ ഓക്സിജൻ വീണ്ടെടുക്കുവാൻ നാം വ്യാപകമായി മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ തയ്യാറാണ്. ഭരണകർത്താക്കളെയും മറ്റാരെയും നാം നോക്കേണ്ട, നമ്മുടെ ജോലി, നിങ്ങളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെല്ലാം തന്നെ നാട്ടിൽ വാക്കുകൾക്കപ്പുറമായ നിലയിലുള്ള കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. നമുക്കേറെ ശക്തമായി നാടെങ്ങും തന്നെ നേച്ചർ ക്ലബ്ബുകൾ രൂപീകരിക്കണമെന്നുള്ളതാണ്. എല്ലാ ഭവനങ്ങളും നേച്ചർ ക്ലബ്ബുകളായി മാറണം. നേച്ചർ ക്ലബ്ബുകൾ രൂപീകരിച്ചുകൊണ്ട് സാർവത്രികമായി പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി മരങ്ങൾ വെച്ച് പിടിപ്പിക്കുവാൻ, ഗ്രീനറി ഒട്ടും നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ ഈ ഭൂമിയെ സംരക്ഷിക്കുവാൻ ഉള്ള അധ്വാനത്തിൽ പങ്കെടുക്കണം. നിങ്ങൾ പ്രസംഗിക്കണം, നിങ്ങൾ പറയണം, നിങ്ങൾ പ്രഖ്യാപിക്കണം, വി വിത്ത് വെസ്റ്റേൺ ഗാർഡ്, വി വിത്ത് വെസ്റ്റേൺ ഗാർഡ് എന്ന് ഉച്ചത്തിൽ ഓരോരുത്തരും പറയണം. നമുക്ക് ഒന്നിച്ച് പറയാം, വി വിത്ത് വെസ്റ്റേൺ ഗാർഡ്. പറയൂ, വി വിത്ത് വെസ്റ്റേൺ ഗാർഡ്. നമ്മൾ പശ്ചിമഘട്ടത്തോടൊപ്പമാണ്. വി വിത്ത് ഒരു ശക്തി പോരാ. വി വിത്ത് ആ നിലയിലുള്ള പ്രഖ്യാപനം, പ്രതിജ്ഞ നമുക്കെടുക്കാൻ കഴിയണം. ഇന്നത്തെ ഈ പുരസ്കാര ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് മാത്രമാണ്. ഭാരതീയ സമാജത്തിൻ്റെ അഭ്യർത്ഥന, നേച്ചർ ക്ലബ്ബ് വേൾഡ് വൈഡ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം ലോകത്ത് ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യമാണ്, വി വിത്ത് വെസ്റ്റേൺ ഗാർഡ്. നിങ്ങൾ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കൂ, ഞങ്ങൾ വെസ്റ്റേൺ ഗാർഡിനോടൊപ്പം. നമുക്കും പറയാം, നാം വെസ്റ്റേൺ ഗാർഡിനോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം. ഇന്നിവിടെ കൂടി എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.